Hi friends, welcome to our channel Easy English Grammar. In this class, we are going to discuss exclamatory sentence. We have so far discussed the basic sentences, assertive sentence, interrogative sentence, and imperative sentence. In this class, we are discussing exclamatory sentence. What is an exclamatory sentence? Or what do you mean by an exclamatory sentence? An exclamatory sentence is used to express our exclamation, wonder, surprise or anger. നമ്മുടെ അത്ഭുതം പഠിപ്പിക്കാൻ ഒരു ദേഷ്യം പിടിച്ച പറയാ, പിന്നെ ഒരു വണ്ടർ അത്ഭുതം, ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ exclamatory sentence ഉപയോഗിക്കുന്നത്. Exclamatory sentences are sentences which is used to express our exclamation, wonder, surprise or anger. Now let us examine the examples of exclamatory sentence. Exclamatory sentence പല തരത്തിൽ ഉപയോഗിക്കാം. In many ways we can use exclamatory sentence. അതിൽ ഒരു കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് how plus adjective plus noun plus verb plus exclamation mark. ഇപ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് കൂടിയും ഇല്ലാതെയും എക്സ്ക്ലാമേറ്ററി സെന്റൻസ് ഉപയോഗിക്കാറുണ്ട്. നോർമലി വി യൂസ് ആൻ എക്സ്ക്ലാമേറ്ററി സെന്റൻസ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ എക്സ്ക്ലാമേറ്ററി സെന്റൻസ്. സാധാരണയായിട്ടൊരു എക്സ്ക്ലാമേറ്ററി സെന്റൻസ് അവസാനം നമ്മളൊരു എക്സ്ക്ലാമേറ്ററി സെന്റൻസ് ഒരു മാർക്ക് ചെയ്യാറുണ്ട്. അതില്ലാതെയും ഉപയോഗിക്കാം. ഇൻ റിട്ടൺ ഇംഗ്ലീഷ്, ഇപ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ എഡ്ജക്റ്റീവ് ദ ഫ്ലവർ ഈസ്. ഹൗ ബ്യൂട്ടിഫുൾ ദ ഫ്ലവർ ഈസ്. ഹൗ ബ്യൂട്ടിഫുൾ ദ ഫ്ലവർ ഈസ്. ഇപ്പോൾ പൂവിന് എന്തൊരു മനോഹാരിതയാണ്, എന്തൊരു ഭംഗിയാണ്. How beautiful the flower is. When we convert this sentence into an assertive sentence, we get the flower is very beautiful. The flower is very beautiful. ആ സെന്റൻസ് ആണ് നമ്മൾ എക്സ്ക്ലമേറ്ററി പറയുമ്പോൾ how beautiful the flower is. How cruel he was. How cruel he was. അയാൾ എന്തൊരു ക്രൂരനായിരുന്നു. But when we examine this in an assertive sentence, we get this one. He was very cruel. He was very cruel. Then how generous she is. How generous she is. അപ്പോൾ എന്തൊരു ഔദാര്യവതിയാണ്, ഉദാരവതിയാണ്. She is very generous in assertive. How huge the elephant is. How huge. Huge means very big. അപ്പോൾ എലിഫന്റ് എന്തൊരു വലിപ്പമാണ്. How awful. How awful. How awful. ഇവിടെ സബ്ജക്റ്റ് വെർബ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ ഷോർട്ട് ഫോം. ഹൗ awful. How awful it is, അല്ലെങ്കിൽ ഇറ്റ് വാസ് എന്നൊക്കെ പറയാം. How awful. അപ്പോൾ ദിസ് ഈസ് എ കോമൺ സ്ട്രക്ചർ. ഹൗ പ്ലസ് എഡ്ജക്റ്റീവ് പ്ലസ് നൗൺ പ്ലസ് വെർബ് പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പോൾ എക്സ്ക്ലാമേറ്ററി സെന്റൻസ് എല്ലായ്പ്പോഴും എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിക്കൊള്ളും എന്നില്ല. എക്സ്ക്ലാമേറ്ററി സെന്റൻസ് എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ലാതെയും നമുക്ക് എക്സ്ക്ലാമേറ്ററി സെന്റൻസ് ഉപയോഗിക്കാം. But this is one of the common methods of expressing our surprise or want. How beautiful the flower is. How cruel he was. How generous she is. How huge the elephant is. How awful. But this is a common method of explaining or expressing our emotions. Surprise or wonder. അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. Now we are looking at another structure. What a piece of work is a man. What a piece of work is a man is a dialogue from Hamlet. Hamlet എന്ന ഷേക്സ്പിയറുടെ വിഖ്യാതമായ നാടകത്തിൽ നിന്നുള്ളൊരു ഹാംലെറ്റ് എന്ന കഥാപാത്രത്തിൻ്റെ പ്രിൻസ് ഹാംലെറ്റിൻ്റെ ഒരു സോളിലൊക്കെയാണ്. What a piece of work is a man. What a tragedy. What a tragedy. What a pity. What a surprise. What a nonsense. So these are examples for in the structure what a. അപ്പോൾ വാട്ട് എ എന്നുള്ളൊരു സ്ട്രക്ചർ കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ ഹൗ വെച്ച് പറയാറുണ്ട്. അതുപോലെ തന്നെ വാട്ട് അല്ലേ. വാട്ട് എ പീസ് ഓഫ് വർക്ക് ഈസ് എ മാൻ. മനുഷ്യന് വാട്ട് എ പീസ് ഓഫ് വർക്ക് ഈസ് എ മാൻ. മനുഷ്യനെ പറ്റിയുള്ളൊരു അത്ഭുതം, ഒരു ആശ്ചര്യം പഠിപ്പിക്കുകയാണ്. വാട്ട് എ ട്രാജഡി, എന്തൊരു ദുരന്തം അല്ലേ. വാട്ട് എ പിച്ചി, എന്തൊരു സങ്കടം, എന്തൊരു അനുകമ്പയുള്ളത്. വാട്ട് എ സർപ്രൈസ്. വാട്ട് എ സർപ്രൈസ്, എന്തൊരു അത്ഭുതം അല്ലേ. അപ്പോൾ വാട്ട് എ വണ്ടർഫുൾ ഐഡിയ. വാട്ട് എ വണ്ടർഫുൾ ഐഡിയ. What a colorful program. We commonly use this structure to express our exclamation. There are other certain ways
in which we use exclamatory sentence. അപ്പോൾ വാട്ട് എ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഹൗ പ്ലസ് എഡ്ജക്റ്റീവ് സ്ട്രക്ചർ. ഈ രണ്ട് സ്ട്രക്ചറിലത് മറ്റ് പല സ്ട്രക്ചറും എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് പലപ്പോഴും ഫ്രൈസ് ആയിട്ട് വരാറുണ്ട്, ഒരു സെൻറ്റൻസ് അല്ലാതെ. ഇപ്പോൾ സച്ച് എ ലോങ് ക്യൂ, ഇറ്റ് ഈസ് നോട്ട് എ സെൻറ്റൻസ്, ഇറ്റ് ഈസ് ഓൺലി എ ഫ്രൈസ്. സച്ച് എ long queue, how lovely, oh lovely. So these kinds of words can also be used to express our exclamation or want. What a good idea. So here this is an exclamatory sentence, but we have not the exclamation mark here. We have only full stop. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആണുള്ളത്, എക്സ്ക്ലാമേഷൻ മാർക്ക് ഇല്ല. ആ തരത്തിലും എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസുകൾ ഉപയോഗിക്കാം. ഹൗ നൈസ് ടു സീ യു, ഹിയർ ഓൾസോ we have a full stop instead of, or period instead of an exclamation mark. അപ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ലാതെയും എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസുകൾ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചതായിട്ട് നമുക്ക് പല ടെക്സ്റ്റുകൾ കാണാം. Here, and they must marry, and they must marry. Yet he is such a man. Yet he is such a man. These two sentences are from Jane Austen's famous novel Pride and Prejudice. ഇപ്പോൾ ജെയിൻ ഓസ്റ്റൻ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരിയുടെ പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എന്ന നോവലിൽ നിന്നുള്ള രണ്ട് സെൻറ്റൻസുകളാണ്. ആൻഡ് ദേ മസ്റ്റ് മാരി, യെറ്റ് ഹി ഈസ് സച്ച് എ മാൻ. ഹിയർ ദീസ് ആർ അസേർട്ടീവ് സെൻറ്റൻസസ്. ഈ രണ്ട് സെൻറ്റൻസും അസേർട്ടീവ് സെൻറ്റൻസുകളാണ്. പക്ഷേ ഹിയർ ദേ ആർ യൂസ്ഡ് ആസ് എക്സ്പ്രസിങ് എ വണ്ടർ ഓർ സർപ്രൈസ്. ദാറ്റ് ഈസ് വൈ വി ഗെറ്റ് ഹിയർ എക്സ്ക്ലമേഷൻ മാർക്സ്. അപ്പോൾ അവിടെ നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് കാണാം. അസേർട്ടീവ് സെൻറ്റൻസ് സാധാരണ നമ്മൾ അസേർട്ടീവ് സെൻറ്റൻസ് വി പുട്ട് എ ഫുൾ സ്റ്റോപ്പ് ഓർ പീരിയഡ് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ആണ് വരുന്നത്. അത് പോലെ ഇവിടെ വരുന്നത് എക്സ്ക്ലമേറ്ററി മാർക്കാണ്. ഹിയർ ദീസ് ആർ assertive sentences, but we have exclamation mark at the end of these two sentences because these assertive sentences are used here as exclamatory sentences. That is why the exclamation mark are given here. And they must marry, yet he is such a man. These are exclamatory sentences. Though in structure they are assertive sentences. അപ്പോൾ അത് സ്ട്രക്ചറിൽ അസേർട്ടീവ് സെൻറ്റൻസ് ആണെങ്കിലും എക്സ്ക്ലാമേറ്ററി ആണ് അതിൻ്റെ മീനിങ് ആയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള പാറ്റേണിലും എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസുകൾ ഉപയോഗിക്കാം. അപ്പോൾ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് ഉപയോഗിച്ച് ഫുൾ സ്റ്റോപ്പ് വരാം. സാധാരണ അസേർട്ടീവ് സെൻറ്റൻസുകൾ ഉപയോഗിച്ച് നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് വരാം. അതിൽ പലതരത്തിലും ഇത്തരം ഈ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസുകൾ ഉപയോഗിക്കാറുണ്ട്. വി യൂഷ്വലി യൂസ് ദീസ് കൈൻഡ്സ് ഓഫ് exclamatory sentences in various ways. That is why this is an important aspect of language. ഇപ്പോൾ ഭാഷയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. ധാരാളം നമുക്ക് ഇത് നോവൽ, ഇംഗ്ലീഷ് നോവൽ, അതുപോലെ തന്നെ ഡ്രാമാസിൽ വായിക്കുമ്പോൾ നമുക്ക് ധാരാളം കാണാം. We can see these kinds of example in dramas. Especially we have 5 sentences or phrases here. One is keep left. Keep left. She is ill. She is ill. Is he well? Is he well? I adore you. I adore you. You idiot. You idiot. These are for exercise work. Find out which of these sentences belong to the group of basic sentences. Aforesaid basic sentences, assertive sentence, whether they are assertive sentence, imperative sentence, interrogative sentence, or exclamatory sentence. Comment. Now we are going to wind up our class here. In our series, in the last 7 videos, we have discussed basic sentences, assertive sentence, interrogative sentence, imperative sentence, and exclamatory sentence with examples. അപ്പോൾ ഈ സീരീസിലെ ബേസിക് സെൻറ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ 7 വീഡിയോകളിലായി. Assertive sentence, interrogative sentence, imperative sentence, and exclamatory sentence. Now, in our next class onwards, we are going to discuss the word classes, or traditionally known as parts of speech. Nouns, pronouns, adjectives, verbs, adverbs, prepositions, conjunctions, and interjections. Wait for the coming videos. Thank you for watching. Thank you very much.